ആ അമ്മയെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ കാലത്ത് വേണ്ടത് ഒന്നും പകുതിയുമൊക്കെയാണ്. എന്താ അല്ലേ? ഇവരുടെ 16 മക്കളിൽ 10ാമത്തെ കുട്ടി ജാനകിയാണ് വധു. കൃഷ്ണാചാരി വിവാഹം കഴിക്കാൻ എത്തിയിരിക്കുന്നത് ജാനകിയെയാണ്. മറ്റു മക്കളെയെല്ലാം അവരുടെ ചന്തം കണ്ട് വരന്മാർ റാഞ്ചിക്കൊണ്ടുപോയി. ചന്തമില്ലാത്ത മകളെ തേടി കൃഷ്ണാചാരി വന്നപ്പോൾ അയാൾ മറ്റൊന്നും ചിന്തിച്ചില്ല. എന്നാൽ ജാനകിക്ക് ഈ വിവാഹം അത്ര താല്പര്യമില്ലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, മറ്റ് സഹോദരിമാരെയെല്ലാം അയച്ചിരിക്കുന്നത് KSRTC ഉദ്യോഗസ്ഥന്മാരോടൊപ്പമായിരുന്നു. ആ KSRTCയെ പണ്ട് കാലത്ത് വ്യക്തി താല്പര്യങ്ങൾക്ക് വിധേയമായി പ്രൈവറ്റിന് പതിച്ചു കൊടുത്തു. മാത്രവുമല്ല, 50% ഓഹരികളും KSRTCയുടെ വക പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ്. ഇല്ലായിരുന്നുവെങ്കിൽ കൃഷ്ണനാശാരി ഉൾപ്പെടുന്ന 10,000ങ്ങൾക്ക് KSRTCയിൽ തൊഴിൽ ലഭിക്കുമായിരുന്നു. ഇന്ന് ആ കൃഷ്ണനാശാരിക്ക് അന്ന് കൂലിപ്പണിയായിരുന്നു. അയാളുടെ അച്ഛൻ വസൂരി രോഗത്തിന് അടിമയായി മരണപ്പെട്ടുപോയി. പിന്നെ അയാളുടെ കുടുംബത്തിൽ അമ്മയും 2 സഹോദരിമാരും മാത്രമാണുള്ളത്. അതിൽ അമ്മയും കൃഷ്ണാചാരിയും ചേർന്ന് ഒരു സഹോദരിയെ വിവാഹം ചെയ്തു നൽകി. ഇന്ന് ശേഷം കൃഷ്ണാചാരിയുടെ വീട്ടിൽ അമ്മ സരസ്വതി, മന്ദബുദ്ധി, അവിവാഹിതയായ പ്രഭാവതി എന്ന ചെറുപ്പക്കാരിയുമാണ് ഉള്ളത്. ജാനകിക്ക് അച്ഛൻ നൽകിയ 5 പവൻ സ്വർണം മാത്രമേ ഉള്ളൂ. മറ്റൊന്നും കൊടുക്കാനില്ല. ബാക്കിയെല്ലാം മറ്റു മക്കൾക്ക് വീതിച്ച് നൽകിക്കഴിഞ്ഞു. അങ്ങനെ ആ വിവാഹം നടന്നു. ഇന്ന് എത്ര പാവപ്പെട്ടവരായാലും പണം കടം വാങ്ങി വസ്തുവും വീടും പണയപ്പെടുത്തി വിവാഹം മാമാങ്കമാക്കുന്ന കാലഘട്ടം. ഇതിൽ 50% ഒരു കുഞ്ഞാകുമ്പോൾ 2 പാത്രമാകുന്ന കല്യാണ മാമാങ്കം. ശേഷം മനോവിഷമത്താലും പലവിധ രോഗങ്ങൾക്കും വിധേയമായി പണം കടം വീടാൻ കഴിയാതെയും ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെയും വസ്തുവും വീടും ജപ്തി ചെയ്ത് അച്ഛനമ്മമാരെ തെരുവിലേക്ക് ഇറക്കിവിട്ട് മരണത്തിലേക്ക് തള്ളിവിടുന്ന വിവാഹം മാമാങ്കം. ഇന്നത്തെ വിവാഹമെന്നത് പണ്ടത്തെ ബാലെ നടത്തുന്നത് പോലെയാണ്. പണ്ട് വിവാഹമെന്നത് പവിത്രമായ രീതിയിൽ സകല ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് വീട്ടിൽ ഒരാഴ്ച ഉത്സവം പോലെയാണ്. ഇന്ന് അച്ഛനമ്മമാർ വിവാഹമെന്ന പവിത്രമായ വാക്കിനെ പോലും കളങ്കപ്പെടുത്തിയിരിക്കുകയാണ്. സ്വർണമാണെങ്കിൽ കിലോ കണക്കിൽ മുന്തിയ കാർ വേണം സഞ്ചരിക്കാൻ. സ്വർണമാണെങ്കിൽ കിലോ കണക്കിൽ മുന്തിയ കാർ വേണം സഞ്ചരിക്കാൻ. മണിമാളിക വേണം വ്യാപാർത്തിടാൻ, ഏക്കർ കണക്കിന് സ്റ്റേറ്റ് വേണം. മണിമാളിക വേണം വ്യാപാർത്തിടാൻ, ഏക്കർ കണക്കിന് സ്റ്റേറ്റ് വേണം. പോക്കറ്റുമണിയായി ലക്ഷങ്ങൾ വേണം, പോക്കറ്റുമണിയായി ലക്ഷങ്ങൾ വേണം. സ്വർണമാണെങ്കിൽ കിലോ കണക്കിൽ മുന്തിയ കാർ വേണം സഞ്ചരിക്കാൻ. സ്വർണമാണെങ്കിൽ കിലോ കണക്കിൽ മുന്തിയ കാർ വേണം സഞ്ചരിക്കാൻ. മണിമാളിക വേണം വ്യാപാർത്തിടാൻ, ഏക്കർ കണക്കിന് സ്റ്റേറ്റ് വേണം. മണിമാളിക വേണം വ്യാപാർത്തിടാൻ, ഏക്കർ കണക്കിന് സ്റ്റേറ്റ് വേണം. പോക്കറ്റുമണിയായി ലക്ഷങ്ങൾ വേണം, പോക്കറ്റുമണിയായി ലക്ഷങ്ങൾ വേണം. സ്വർണമാണെങ്കിൽ കിലോ കണക്കിൽ മുന്തിയ കാർ വേണം സഞ്ചരിക്കാൻ. സ്വർണമാണെങ്കിൽ കിലോ കണക്കിൽ മുന്തിയ കാർ വേണം സഞ്ചരിക്കാൻ. വേളി കഴിഞ്ഞു. രുചികരമായ സദ്യയെല്ലാം ഉണ്ട്. വരന്റെ സംഘം വധുവുമായി വരന്റെ വീട്ടിലെത്തി. കൃഷ്ണാചാരി
അതിഥികളെ ഓരോരുത്തരെയായി പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം സാറേ, വന്നതിൽ സന്തോഷമുണ്ട്. ചേച്ചി, വളരെ സന്തോഷമുണ്ട്. മകളെ, ടാറ്റ. എന്തായാലും വന്നതിൽ വളരെ സന്തോഷം. മാമ, നമുക്ക് നാളെ പോകാം. ചടങ്ങുകളെല്ലാം കഴിഞ്ഞോട്ടെ, എല്ലാവരും പിക്കോട്ടെ, ബാക്കി കാര്യങ്ങളുണ്ടല്ലോ. നാളെ പോയാൽ പോരെ? ആ ഗോപ, നമുക്ക് നാളെ കാണാം. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അതെ, ആ ശരി, എന്നാ പോയിട്ടോ. ഓക്കെ എന്നാ. കൃഷ്ണാശ്ശേരി അയാളുടെ സഹോദരി പ്രഭാവതി വന്നി ജാനകിയുടെ ആടയാഭരണങ്ങൾ തട്ട് തഴിയു നോക്കി നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൾ നീരസത്തോടെയാണെങ്കിലും അവളുടെ കൈ തട്ടിമാറ്റി കൃഷ്ണാശ്ശേരിയുടെ അമ്മ സരസ്വതി വന്ന് മകളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. മാല വേണം, എനിക്ക് മാല വേണം. അവൾ നിലത്ത് കിടന്ന് ഉരുണ്ട് കിടന്ന് വിളിക്കുകയാണ് ഒരു മാലയ്ക്ക് വേണ്ടി. കരഞ്ഞുകൊണ്ട് ജാനകി ആകെ വിഷമത്തിലായി. അവൾ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. പുതുമണവാളൻ അവളെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. 19 വയസ്സായെങ്കിലും 10 വയസ്സിൻ്റെ ബുദ്ധിയെ അവൾക്കുള്ളൂ. ഇനി നീ വേണം അവളെ ആശ്വസിപ്പിക്കാൻ. എനിക്കങ്ങ് വയ്യ. ജാനകി പറയാൻ വന്നത് പറഞ്ഞില്ല. എല്ലാം ഉള്ളിലൊതുക്കി. അങ്ങ് ആകാശച്ചരികൾ ചന്ദ്രൻ ഉദിച്ചു. നിലാവ് ഭൂമിയെ പൊതിഞ്ഞു. അവരുടെ പ്രഥമ രാത്രി അണിഞ്ഞൊരുങ്ങി വരികയാണ്. അങ്ങനെ ഇന്ന് അവരുടെ ആദ്യ രാത്രിയാണ്. പുതിയ കാലഘട്ടത്തിലെ കട്ടിലും മെത്തയും മുല്ലപ്പൂവും പാലുമൊന്നുമില്ലാത്ത അവരുടെ ആദ്യ രാത്രി. ചാണകം ഒഴുകിയതും കുഞ്ഞു ജനാലയുള്ള സുന്ദരമായ ആ മുറിക്കുള്ളിൽ ഒരു ചിമ്മിനി വെട്ടത്തിൽ കൈതോലപ്പായും ഒരു തലയിണയും മാത്രം. ചന്ദ്രിക ചന്ദ്രൻ ചാത്തി നിൽക്കും രഥമാനുരാഗ വസന്തരാവ്. ചന്ദ്രിക ചന്ദ്രൻ ചാത്തി നിൽക്കും രഥമാനുരാഗ വസന്തരാവ്. പ്രണയം പുതുമഴയായി പൊഴിഞ്ഞു, ജീവനിൽ ജീവൻ അലിഞ്ഞു ചേർന്നു. പ്രണയം പുതുമഴയായി പൊഴിഞ്ഞു, ജീവനിൽ ജീവൻ അലിഞ്ഞു ചേർന്നു. അങ്ങനെ വിവാഹത്തിന്റെ പുതുമോടി കഴിഞ്ഞിരിക്കുകയാണ്. കൃഷ്ണാശ്ശേരി പതിവ് പോലെ അത് രാവിലെ പണിക്ക് പോയി. സരസ്വതി അമ്മയുടെ കൃഷിയിടത്തിലെ കുരുമുളകും പാക്കും പറിച്ചുണക്കി സൂക്ഷിച്ച് ചന്തയിൽ വിൽക്കുന്നതാണ് അവരുടെ മറ്റൊരു വരുമാന മാർഗം. ജാനകിയുടെ അമ്മ അമ്മു അവരുടെ വയലുകളിലും മറ്റ് ജന്മിമാരുടെ വയലുകളിലും പണിയെടുത്ത് കിട്ടുന്ന നെല്ല് ശേഖരിച്ച് പത്തായത്തിൽ സൂക്ഷിച്ചുകൊണ്ടും വയ്ക്കോൽ ഉണക്കിയും പശുവിനെ വളർത്തുന്നതും ഒക്കെ കണ്ട് ജാനകിക്ക് നല്ല പരിചയമാണ്. സഹോദരിമാരുടെ വിവാഹങ്ങൾ കഴിഞ്ഞപ്പോൾ കൃഷിയൊക്കെ നിലച്ചുപോയി. വസ്തുക്കൾ ഭാഗം വച്ച് നൽകി. അത് കാരണം പിന്നെ കൃഷി ചെയ്യാൻ ഇടമില്ലാതായി ജാനകിക്ക്. എന്നാൽ സഹോദരിയുടെ വിവാഹങ്ങൾ കഴിഞ്ഞതോടെ കൃഷിയൊക്കെ നിലച്ച് വസ്തുക്കൾ ഭാഗം വെച്ച് നൽകി കൃഷി ചെയ്യാൻ ഇടമില്ലാതായിരിക്കുന്നു. ഭർത്താവിൻ്റെ വീട്ടിൽ കൃഷി ചെയ്യാൻ ജാനകിക്ക് ഒട്ടും മടിയുണ്ടായിരുന്നില്ല. എങ്കിലും അവൾ നല്ല അനുസരണയുള്ള ഭാര്യയായി അമ്മാവിയമ്മയെ സഹായിക്കാൻ തുടങ്ങി. അതാ പ്രഭാവതിക്ക് ബുദ്ധിമാന്യമുണ്ടെങ്കിലും ജോലി ചെയ്യാൻ മിടുക്കിയാണ്. 10 ആളിൻ്റെ പണിയെടുക്കും. കാലം കടന്നു പോവുകയാണ്. ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ
കാത്തിരുന്നു തന്നോ മനയുടെ പൂമുഖം കാണുവാൻ തന്നങ്കി കൊതിയോടെ കാത്തിരുന്നു ദിവസങ്ങളാഴ്ചകൾ മാസങ്ങളായി ദിനരാത്രമെത്രയോ വന്നു പോയി കാലം അതിൻ്റെ കുതിപ്പ് തുടർന്നു. ജാനകി ഗർഭിണിയായിരിക്കുന്നു. ഗർഭപാല വിഷയങ്ങൾ അവളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അവൾ കുളി കഴിഞ്ഞ് സാരി എടുക്കാൻ അലമാര തുറന്നു. അയ്യോ, എൻ്റെ മാല എവിടെ? എൻ്റെ മാല കാണാനില്ല. എൻ്റെ മാല ആരെടുത്തു? ജാനകിയുടെ സ്വർണ്ണമാല കാണാനില്ല. അവൾ ഉച്ചത്തിൽ ബഹളം വെച്ചു. പിന്നെ നേരെ പ്രഭാവതിയുടെ മുറിയിൽ പോയി മാഞ്ഞു ചെന്ന് റെങ്കപ്പെട്ടി തുറന്ന് വലിച്ചു വാരിയിട്ട് വസ്ത്രങ്ങൾ ഓരോന്നോയി അന്വേഷിക്കാൻ തുടങ്ങി. അതാ അവൾ മടക്കി വച്ചിരിക്കുന്ന വസ്ത്രത്തിനകത്ത് ജാനകിയുടെ മാല. കള്ളി, പേരും കള്ളി, എന്നെ ഞാൻ കൊന്നതായി. എടി, നീ എൻ്റെ മാല എടുത്തു അല്ലേ? നീ എൻ്റെ മാല കെട്ടെടുത്തു അല്ലേ? അങ്ങനെ പൊതുവെ തല്ലുകയാണ്. ആ പാവപ്പെട്ട മന്ദബുദ്ധിയായ ആ പ്രഭാവതിയെ ജാനകി തല്ലുകയാണ്. അത് കണ്ട് അമ്മയും കൃഷ്ണാചാര്യയും പാഞ്ഞു വന്ന് അവളെ പിടിച്ചു വലിച്ചു മാറ്റി. വേറായിപ്പോയി, ഇല്ലെങ്കിൽ നിന്നെ കൊന്നു കളഞ്ഞാന്. ആദ്യമേ നീ നിന്റെ ഭാര്യയെ നിലയ്ക്ക് നിർത്തിക്കൊള്ളും. കൃഷ്ണാചാര്യയുടെ അമ്മ സരസ്വതി നിന്ന് വിറയ്ക്കുകയാണ്. കൃഷ്ണാചാരി അവളെ ആശ്വസിപ്പിച്ചു. അവൾ ബുദ്ധിയില്ലാത്തവളല്ലേ, അറിഞ്ഞുകൊണ്ട് കട്ടെടുത്തതല്ല, ഇഷ്ടം കൊണ്ടെടുത്തു. അഗ്നിവളെ നീ തല്ലിയത് ശരിയായില്ല. ആ ദിവസം അങ്ങനെ കഴിഞ്ഞുപോയി. എങ്കിലും സരസ്വതി അമ്മയ്ക്ക് ജാനകിയോട് വെറുപ്പായി. അതവർ പ്രകടിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവളെ കൊണ്ട് അതികഠിനമായ ജോലികൾ ചെയ്യിപ്പിച്ചു തുടങ്ങി. കൃഷ്ണാചാര്യയുടെ വീട്ടിൽ മുന്നിൽ സരസ്വതി അമ്മ നല്ല അമ്മായി അമ്മയാണ്. അതുകൊണ്ട് ജാനകി പറയുന്ന പരാതികൾ അയാൾ നിഷ്കരണം തള്ളിക്കളയുമായിരുന്നു. പ്രസവത്തിന് വിളിക്കാൻ ജാനകിയുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും വന്നു. സരസ്വതി അമ്മ ആരാ അമ്മായി അമ്മയെന്നറിയണ്ടേ? സരസ്വതി അമ്മ പറയുകയാണ്, ആശുപത്രി തൊട്ടടുത്തല്ലേ, പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ അമ്മയുമായി വീട്ടിൽ കൊണ്ടുവന്നാക്കാം, അതല്ലേ ഏറ്റവും നല്ലത്. എന്തിനാ ഇപ്പോഴേ വാഹനമില്ലാത്തടത്ത് നിങ്ങൾ വിളിച്ചു കൊണ്ടുപോകുന്നത്? അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ആശുപത്രി ഇവിടെ അടുത്തല്ലേ. വളരെ തന്മയത്വത്തോടുകൂടി സരസ്വതി അമ്മ അവരെ മടക്കി അയക്കുകയാണ്. അത് രാവിലെ മുതൽ ഗർഭിണിയായ ജാനകിക്ക് അടിവയറ് ഭയങ്കരമായ വേദനയും കരിപ്പുമാണ്. അമ്മേ, എന്റെ വയറ് വേദനിക്കുന്നു. അമ്മേ, അമ്മേ, എന്റെ വയറ് വേദനിക്കുന്നു. എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകും അമ്മേ. അമ്മേ, അമ്മേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, പണിയെടുക്കുമെന്നെ സരസ്വതി അമ്മ ആജ്ഞാപിച്ചു. കത്തുന്ന പകൽ പ്രസവമെടുത്ത ജാനകി വേദന കൊണ്ട് പുളഞ്ഞ് കുരുമുളക് ഉണങ്ങിക്കിടക്കുന്ന മുളംപായയിൽ വീണ് ഉച്ചത്തിൽ നിലവിളിച്ചു. അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. കത്തുന്ന ചൂടിൽ കുരുമുളകിൽ അമ്മയും കുഞ്ഞും രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. നിലവിളി കേട്ട് പാഞ്ഞു വീണു. ഇത് കണ്ട് അവൾ ഉച്ചത്തിൽ നിലവിളിച്ച് അയൽക്കാരെ കൂട്ടി. എന്റെ മതിയെ പ്രസവിച്ച് ആദിവായ നാച്ചാരിയെ, എന്റെ മൈനി പ്രസവിച്ച്, എന്റെ അണ്ണന്റെ മൈനി പ്രസവിച്ച്, എന്റെ അണ്ണന്റെ ഭാര്യ പ്രസവിച്ച് ആദിവായ നാച്ചാരിയെ. അതെ, സരസ്വതി അമ്മയെല്ലാം അടച്ചിട്ട മുറിയിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സരസ്വതി അമ്മയുടെ ആ മുറിക്ക് പുറത്ത് തങ്കക്കുടം പോലത്തെ ഒരു ആൺകുഞ്ഞ് ജന്മമെടുത്തിരിക്കുകയാണ്. അവന്റെ കരച്ചിൽ ആ മുറ്റത്ത് മുഴങ്ങി. മനസ്സിലെ ആശകൾ പൂത്ത പോലെ, മാരിവിൽ വർണ്ണക്കല്ലു പോലെ, മനസ്സിലെ
ആശകൾ പൂത്ത പോലെ മാരിവിൽ വന്ന തെല്ലുപോലെ തങ്കക്കിനാക്കൾ തൻ ചില്ലമേലെ ചന്തം തികഞ്ഞൊരു പൂവിരിഞ്ഞു ഇന്ന് ചന്തം തികഞ്ഞൊരു പൂവിരിഞ്ഞു മനസ്സിലെ ആശകൾ പൂത്ത പോലെ മാരിവിൽ വന്ന തെല്ലുപോലെ തങ്കക്കിനാക്കൾ തൻ ചില്ലമേലെ ചന്തം തികഞ്ഞൊരു പൂവിരിഞ്ഞു ഇന്ന് ചന്തം തികഞ്ഞൊരു പൂവിരിഞ്ഞു. ഹായ് കുഞ്ഞുമാവ പ്രഭാവതി നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് തുള്ളിച്ചാടുകയാണ്. എൻ്റെ അണ്ണൻ്റെ മാവേ, ചുന്ദരമാവേ, ഹായ് മാവേ, എന്ത് രസമാ കാണാൻ. അത് കണ്ട് ജാനകിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു പകയും വെറുപ്പുമില്ലാത്ത അവളാണല്ലോ ഭഗവാനെ ബുദ്ധിയുള്ള താൻ വെറുത്തത്. മാപ്പ് കുഞ്ഞെ, മാപ്പ്. ജാനകിയുടെ മനസ്സ് മന്ത്രിക്കുകയാണ്. കൃഷ്ണനാശാരി വേല കഴിഞ്ഞ് വന്നപ്പോൾ പ്രഭാവതി പതിവ് പോലെ കുടിക്കാൻ കഞ്ഞിവെള്ളം നൽകിയതിന് ശേഷം തത്ത പറയും പോലെ കാര്യങ്ങൾ അണ്ണനെ പറഞ്ഞു കേൾപ്പിച്ചു. അയാൾ ഞെട്ടിപ്പോയി. ഇതുവരെ എൻ്റെ അമ്മ കാണിച്ചതെല്ലാം, എന്നോട് കാണിച്ചതെല്ലാം അഭിനയമായിരുന്നു അല്ലേ? കുറച്ചകലെയായി അയാൾ ഒരു ചെറിയ വീട് സംഘടിപ്പിച്ച് ഭാര്യയും കുഞ്ഞുമായി അവിടേക്ക് മാറി. എങ്കിലും എല്ലാ ദിവസവും വീട്ടിലെത്തി അമ്മയെയും സഹോദരിയെയും പരിപാലിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, ഒരു പുരുഷൻ വിവാഹിതനാകുന്നതോടെ അയാൾ ഗൃഹനാഥനാകുന്നു. സ്വന്തം കുടുംബത്തിന് വേണ്ടി പ്രയത്നിക്കുന്നതോടൊപ്പം അയാൾ ഭാര്യയും കുഞ്ഞുങ്ങളുമായി കുടുംബം കെട്ടിപ്പടുത്ത് കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് കുടുംബങ്ങളെയും ഒന്നിച്ച് നടത്തുമ്പോഴാണ്, രണ്ട് കുടുംബങ്ങളെയും ഒന്നിച്ച് നടത്തുമ്പോഴാണ് അവൻ ജീവിതത്തിൽ വിജയിക്കുന്നത്. ബുദ്ധിയുള്ള മനുഷ്യർ പരസ്പരം ചതിക്കാനും തമ്മിലടിക്കാനും സ്നേഹിച്ച് കുഞ്ഞിനെ നൽകിയിട്ട് കഷായം കുടിപ്പിച്ച് കൊന്നും പെട്രോൾ ഒഴിച്ച് കത്തിച്ചും സ്വന്തം അച്ഛനമ്മമാരെ വെട്ടിക്കൊന്നും മദ്യത്തിനും മയക്കുമരുന്നിനും MDMAയ്ക്കും LSD സ്റ്റാമിനും അടിമയായി ലോകത്തെ തന്നെ നശിപ്പിക്കാൻ ആ ബുദ്ധിയെ ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമാന്യമുള്ളവർക്ക് പരസ്പരം സ്നേഹിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ. അതിനാൽ അവരെ ഒരിക്കലും സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്താതിരിക്കുക. സമൂഹത്തിൽ അവർക്കും അർഹിക്കുന്ന സ്ഥാനവും പരിഗണനയും നൽകുക. പ്രിയമുള്ളവരെ, ഞാൻ എഴുതി തയ്യാറാക്കി അവതരിപ്പിച്ച കാലത്തിൻ്റെ കയ്യൊപ്പ് എന്ന കഥാപ്രസംഗം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. അടുത്തതായി ശ്രീ ചുള്ളാളം ബാബുരാജ് സാറിൻ്റെ നോവലിനെ ആസ്പദമാക്കി പ്രശസ്ത ജനകീയ കാതിക ശ്രീമതി CN സ്നേഹലത അവതരിപ്പിക്കുന്ന കണ്ണകി എന്ന കഥാപ്രസംഗം ഉടൻ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ നാട്ടുകാരും എത്തിച്ചേരണം. ഇത് കേൾക്കുന്നതിലേക്ക് ദൂരെ മാറി നിൽക്കുന്നവരും ഈ കഥാപ്രസംഗം കേൾക്കുന്നതിലേക്കായി എത്തണമെന്ന് എൻ്റെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു.